ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ കമൻറ്റുകൾ, എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റുകൾ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. ഒരുപാട് പേര് നമുക്ക് നല്ല നല്ല കമൻറ്റുകളും അതുപോലെ ഇനിയും നന്നാക്കണം, ഇനിയും കുറച്ചുകൂടി പോയിന്റുകൾ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. എല്ലാ കമൻറ്റുകളും പരിഗണിക്കുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറയുന്നതാണ് ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഇവിടെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം വ്യത്യസ്തങ്ങളായ തന്മാത്രകളാൽ നിർമ്മിക്കപ്പെട്ടവയാണെന്നറിയാമല്ലോ. ഈ തന്മാത്രകൾ ഓരോന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും അവയുടെ ഘടനകളിൽ എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടെന്നും പരിശോധിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഹീലിയം നിറച്ച ബലൂൺ, ഹൈഡ്രജൻ ബലൂണ്, പിന്നെ അങ്ങനെ കുറേ വാട്ടർ, സോഡ, ഉപ്പ്, ഗ്യാസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് പഞ്ചസാര, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി തന്മാത്രകളെക്കുറിച്ച് എന്തെല്ലാം നിങ്ങൾക്കറിയാം എഴുതി നോക്കൂ. തന്മാത്രകൾക്ക് ഒരു നിർവചനം രൂപീകരിക്കാമോ? അപ്പോൾ എന്താണ് തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ അതിന് ഒരു നിർവചനം നമ്മൾ നൽകാൻ പോവുകയാണ്. ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ. അപ്പോൾ തന്മാത്രകളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതായിരിക്കും, സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതാണ്, സ്ഥിരതയുള്ളതുമാണ്. അങ്ങനെയുള്ള ഏറ്റവും ചെറിയ കണികകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തന്മാത്രകൾ എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിലൂടെയാണ് ഒരു പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നതെന്നറിയാമോ? അപ്പം നമ്മൾ രാസപ്രവർത്തനം നടത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയാലോ. അപ്പം നമുക്കൊരു പരീക്ഷണം നോക്കാം. നന്നായി ഉരച്ച് വൃത്തിയാക്കിയ മഗ്നീഷ്യം റിബൺ കത്തിക്കുക. നിരീക്ഷണം രേഖപ്പെടുത്തുക. പ്രവർത്തന ഫലമായി ലഭിച്ച വെളുത്ത പൊടി ഏത്? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നന്നായിട്ട് കഴുകി ഉരച്ച് വൃത്തിയാക്കിയ മഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രവർത്തന ഫലമായിട്ട് ഒരു വെളുത്ത പൊടി ലഭിക്കും. അങ്ങനെ ലഭിക്കുന്ന പൊടി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഗ്നീഷ്യം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടായ മഗ്നീഷ്യം ഓക്സൈഡാണ് ഈ വെളുത്ത പൊടി. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, മഗ്നീഷ്യം റിബൺ കത്തിച്ചപ്പോൾ നമുക്ക് പ്രവർത്തന ഫലമായിട്ടൊരു വെളുത്ത പൊടി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മഗ്നീഷ്യം എന്തുമായിട്ട് പ്രവർത്തിക്കും? ഓക്സിജനുമായി പ്രവർത്തിക്കും. അങ്ങനെ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകും? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകും. മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകും. അപ്പോൾ മഗ്നീഷ്യം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത പൊടിയാണ് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. തന്മാത്രകൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നുവെന്നതിന് ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ മഗ്നീഷ്യം റിബൺ കത്തിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ തന്മാത്രകൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അതിനുദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്മാത്രകളെ വിഘടിപ്പിച്ച് പുതിയ തന്മാത്രകൾ ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? തന്മാത്രകളെ വിഘടിപ്പിച്ച് പുതിയ തന്മാത്രകൾ ഉണ്ടാക്കാൻ കഴിയുമോ? എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പരീക്ഷണമുണ്ട്.
ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം പഞ്ചസാര എടുക്കുക. അപ്പോൾ ഈർപ്പമൊന്നുമില്ലാത്ത ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബ്, അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരല്പം പഞ്ചസാര എടുക്കുക. ബോയിലിംഗ് ട്യൂബിൻ്റെ വായ് ഭാഗത്ത് ഒരു കഷ്ണം പഞ്ഞി വയ്ക്കുക. എന്നിട്ട് ബോയിലിംഗ് ട്യൂബിൻ്റെ വായ് ഭാഗം എന്ത് ചെയ്യണം? ഒരു കഷ്ണം പഞ്ഞി എടുത്ത് വയ്ക്കണം. ബോയിലിംഗ് ട്യൂബിനെ ഏതാനും മിനിറ്റുകൾ ശക്തിയായി ചൂടാക്കുക. അതിനുശേഷം ഈ ബോയിലിംഗ് ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്യണം? ശക്തിയായിട്ട് ചൂടാക്കുക. നിരീക്ഷണം എഴുതുക. അപ്പോൾ ബോയിലിംഗ് ട്യൂബിൽ അവശേഷിച്ച കറുത്ത നിറത്തിലുള്ള പദാർത്ഥം ഏതാണ്? അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ബോയിലിംഗ് ട്യൂബിൽ ഇതേപോലെ കറുത്ത നിറത്തിൽ ഒരു പൊടി കിട്ടും. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ബോയിലിംഗ് ട്യൂബിൽ അവശേഷിച്ച കറുത്ത നിറത്തിലുള്ള പദാർത്ഥം. ഇനി അതുപോലെ ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ വശങ്ങളിലും ഒരു പദാർത്ഥം പിടിച്ചിരിപ്പുണ്ട്. അത് എന്താണ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബിൽ നമ്മൾ പഞ്ചസാര എടുത്തു. ആ പഞ്ചസാര ബോയിലിംഗ് ട്യൂബിൻ്റെ വായ് ഭാഗത്ത് ഒരു കഷ്ണം പഞ്ഞി വെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ബോയിലിംഗ് ട്യൂബിനെ നമ്മൾ ചൂടാക്കി. അപ്പോൾ ബോയിലിംഗ് ട്യൂബിൽ അവശേഷിച്ച കറുത്ത നിറത്തിലുള്ളൊരു പദാർത്ഥം അവശേഷിച്ചു. അതുപോലെ ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ വായ് ഭാഗത്ത് കണ്ടോ ഒരു ചെറിയ നീല കളറിലുള്ള പദാർത്ഥവും അവശേഷിച്ചിട്ടുണ്ട്. ഇനി ബോയിലിംഗ് ട്യൂബിൽ അവശേഷിച്ച കറുത്ത നിറത്തിലുള്ള പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ വശങ്ങളിൽ കാണുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോയിലിംഗ് ട്യൂബ് ചൂടാക്കിയപ്പോൾ നമുക്ക് കിട്ടിയ പദാർത്ഥം, പഞ്ചസാര ചൂടാക്കിയപ്പോൾ ലഭിച്ച പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? കാർബണും അതുപോലെ ജലവുമാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. കാർബണും ജലവുമാണ് ലഭിച്ചത്. പഞ്ചസാര തന്മാത്രകളെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിക്കാനാകുമെന്ന് ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ പഞ്ചസാര തന്മാത്രകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിക്കാനാകുമെന്ന് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ തെളിഞ്ഞു. മറ്റൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മഗ്നീഷ്യം ഇടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കണം. അതിലേക്ക് അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, HCl ആണ് നമ്മൾ എടുക്കുന്നത്. ആ HCl നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മഗ്നീഷ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം. അങ്ങനെ മഗ്നീഷ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? മഗ്നീഷ്യം ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗത്ത് കത്തുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. അതിനുശേഷം നിരീക്ഷണം രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഈ ഒരു പരീക്ഷണം എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ്? ഹൈഡ്രജൻ, മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? മഗ്നീഷ്യം ക്ലോറൈഡും അതുപോലെ ഹൈഡ്രജനുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വാതകം എന്താണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൈഡ്രജനാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്ന വാതകം. അപ്പോൾ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ലഭിക്കും. ഈ പരീക്ഷണത്തിലൂടെ ലഭിച്ച ഹൈഡ്രജൻ വാതകത്തെ ഈർപ്പരഹിതമായ മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ച് ഇതിലേക്ക് കത്തുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. എന്നിട്ട് നിരീക്ഷണം രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കിങ്ങനെ ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമായിട്ട് കിട്ടി. ആ ഹൈഡ്രജൻ വാതകത്തെ നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കണം. ആ ടെസ്റ്റ് ട്യൂബിലോട്ട് നമ്മൾ ചന്ദനത്തിരി എന്ത് ചെയ്യുക? കാണിക്കുക. ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിലെ ജലത്തുള്ളികളുടെ സാന്നിധ്യത്തിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? അപ്പോൾ എന്ത് ചെയ്യും? ഈ പരീക്ഷണത്തിൽ ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ച ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് ജലമുണ്ടാകുന്നു. അപ്പോൾ ഈ പരീക്ഷണത്തെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമ്മളൊരു ചന്ദനത്തിരി കാണിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിലേക്ക് ജലത്തുള്ളികളുടെ സാന്നിധ്യമുണ്ടാകും. ആ സാന്നിധ്യത്തിൽ നമ്മൾ പരീക്ഷണത്തിൽ ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ച് ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ജലമുണ്ടാകുന്നു. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. എന്താ പറഞ്ഞേ?
ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു? ജലമുണ്ടാകുന്നു. അതാണ് ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പോൾ ജലമെന്ന് പറയുന്നത് ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണ് എന്ന് തെളിയിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ച് നടത്തിയ പരീക്ഷണമായിരുന്നു ജലത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ചുള്ള അറിവിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത്. അപ്പോൾ നമ്മുടെ ഹെൻറി കാവൻഡിഷ്, ഈ ഇരിക്കുന്ന ഈ മനുഷ്യനാണ് ഹെൻറി കാവൻഡിഷ്. ഇദ്ദേഹമാണ് പറഞ്ഞത് ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞത്. അത് എങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായത്? ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ച് നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ഇത് മനസ്സിലാക്കിയത്. 1806 സർ ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനും ആയി വിഘടിപ്പിക്കാമെന്ന് കണ്ടെത്തി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ 1806 ആരാ? സർ ഹംഫ്രി ഡേവി. 1806 ഹംഫ്രി ഡേവി എന്ത് ചെയ്തു? ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കാമെന്ന് കണ്ടെത്തി. ആരാ ഇങ്ങനെ കണ്ടെത്തിയത്? ഹംഫ്രി ഡേവി. ജലത്തെ വിഘടിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാം? എന്നാൽ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയെ വീണ്ടും വിഭജിക്കാൻ സാധിക്കും. അപ്പോൾ ജലത്തെ വിഘടിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ്. ജലമെന്ന് പറഞ്ഞാൽ തന്നെ എന്തൊക്കെ ചേർന്നതാണ്? H2O. ഇതാണ് നമ്മുടെ ജലമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടും? ജലത്തെ വിഘടിപ്പിക്കുമ്പോൾ ഹൈഡ്രജനും കിട്ടും, ഓക്സിജനും കിട്ടും. ഇനി ഈ പറയുന്ന ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയെ വീണ്ടും വിഭജിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ആറ്റത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. പദാർത്ഥങ്ങളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ ഉള്ളതുമായ ഏറ്റവും ചെറുതുമായ കണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തന്മാത്രകളെന്ന് പറയുന്നത്. അപ്പം ഈ തന്മാത്രകളെ വീണ്ടും വിഭജിക്കാൻ കഴിയും. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? പദാർത്ഥങ്ങളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളുള്ളതുമായ ഏറ്റവും ചെറിയ കണം, അതാണ് എന്ത്? തന്മാത്രകൾ. തന്മാത്രകളെ നമുക്ക് വീണ്ടും വിഭജിക്കാൻ കഴിയും. തന്മാത്രകളെ വിഭജിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആറ്റങ്ങൾ. അപ്പോൾ തന്മാത്രകളെ വിഭജിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ആറ്റം കിട്ടുന്നത്. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പം നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിഭജിക്കാൻ കഴിയാത്ത എന്ന അർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. അപ്പോൾ ആറ്റം എന്ന വാക്കുണ്ടായത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഏത് ഗ്രീക്ക് പദമാണ്? ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം. ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. എന്താ ഈ ആറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥമുള്ള ആറ്റമോസ് എന്ന പദത്തിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തതാണ്. ഇതിൽ നിന്നാണ് ആറ്റം എന്ന ഗ്രീക്ക് പദം ഉണ്ടായത്. എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന സിദ്ധാന്തം ഡെമോക്രറ്റസ് മുന്നോട്ട് വച്ചു. അപ്പോൾ ഡെമോക്രറ്റസ് പറഞ്ഞത് എന്താ പറഞ്ഞത്? എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന് അഭിപ്രായപ്പെട്ട അല്ലെങ്കിൽ എന്ന സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് ഡെമോക്രറ്റസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ പദാർത്ഥങ്ങളും എന്ത് ചെയ്തു? അവിഭാജ്യമായ ആറ്റങ്ങളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല?
വിഭജിക്കാൻ കഴിയില്ല, വിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഡെമോക്രിറ്റസ്. ആറ്റത്തിൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായി 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. അപ്പം അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം ചോദിച്ചാൽ 1807 1807 ജോൺ ഡാൾട്ടനാണ് എന്ത് ചെയ്തത്? അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇത് എന്തിനാ? ആറ്റത്തിൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അറ്റോമിക സിദ്ധാന്തം വിശദീകരിച്ചത്. ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം ആധുനിക രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ആധുനിക രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്ന് താഴെ പറയുന്നവയിൽ ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആറ്റം സിദ്ധാന്തമാണ്. ആരുടേതാ? ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തമാണ്. ഡാൾട്ടൺ മുന്നോട്ട് വെച്ച ആശയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഡാൾട്ടൺ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരു 6 നിർദ്ദേശങ്ങളുണ്ട്. അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ആറ്റം സിദ്ധാന്തത്തിൻ്റെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഫലമായി നമ്മുടെ ഡാൾട്ടൺ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. ഒന്നാമത്തേത്, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ കൂടെ തന്നെ പഠിച്ചു പോവുക. ഒന്നാമത്തേത് എന്താ നമ്മൾ പറഞ്ഞത്? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്തിലൂടെയാ? ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിച്ചിരിക്കുകയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അപ്പോൾ ആറ്റത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്താണ്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അടുത്ത മൂന്നാമത്തേത് അദ്ദേഹം പറഞ്ഞു, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. അപ്പോൾ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമോ? രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കുകയില്ല. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അപ്പോൾ ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്നും ഡാൾട്ടൺ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൽ പറയുകയാണ്. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലുപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യാസമുള്ളവയായിരിക്കും. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും. ഇനി വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ നമ്മൾ എടുത്താൽ അതിൻ്റെ വലിപ്പവും ഗുണവും മാസും ഒക്കെ എങ്ങനെയായിരിക്കും? വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇതാണ് ആര് കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ, ആര് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ, ആശയങ്ങൾ, നമ്മുടെ ഡാൾട്ടൺ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിലൊന്ന് നമ്മൾ പറഞ്ഞു, എല്ലാ പദാർത്ഥങ്ങളും ആറ്റമെന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെയായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലുപ്പത്തിലും ഗുണത്തിലും മാസിലും എങ്ങനെയായിരിക്കും? വ്യത്യാസമുള്ളവയായിരിക്കും. ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങളും ഓക്സിജൻ്റെ ഒരാറ്റവും ചേർന്നാണ് ഒരു ജല തന്മാത്ര രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നമ്മളിങ്ങനെയാണ് എഴുതുന്നത്, H2O. ഇതാണ് ജലം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്? ഹൈഡ്രജൻ്റെ 2 H2, ഹൈഡ്രജൻ്റെ 2 തന്മാത്രകളുണ്ട്, 2 തന്മാത്രയുണ്ട്. ഒന്ന് ഓക്സിജൻ്റെ 1 തന്മാത്ര. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ജലത്തിൻ്റെ ആ ഒരു തന്മാത്ര എന്ന് പറയുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പരിശോധിക്കൂ. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് പരിശോധിച്ച് പോകാം. ഇവിടെ തന്മാത്രയും ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തന്മാത്രകളാണ്, ആ തന്മാത്രയിലെ ആറ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് അമോണിയ. അമോണിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നൈട്രജൻ്റെ ഒരാറ്റം
ഹൈഡ്രജൻ്റെ 3 ആറ്റങ്ങൾ. അപ്പോൾ അമോണിയ എന്ന് പറയുമ്പം നൈട്രജൻ്റെ ഒരാറ്റവും ഹൈഡ്രജൻ്റെ 3 ആറ്റങ്ങളും ചേർന്നാണ് അമോണിയ ഉണ്ടാകുന്നത്. അപ്പം അമോണിയ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയല്ലേ, NH3. ഇതാണ് നമ്മുടെ അമോണിയ. അപ്പോൾ ഇതിൽ നൈട്രജൻ്റെ ഒരാറ്റം ഇവിടെ ഉണ്ട്, ഹൈഡ്രജൻ്റെ എത്ര ആറ്റം ഉണ്ട്? 3 ആറ്റങ്ങൾ. അപ്പോൾ ഇത് ചേർന്നതാണ് എന്ത്? ഇതിനെയാണ് നമ്മൾ അമോണിയ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഓക്സിജനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? O2. ഇതാണ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ്റെ 2 ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? ഒരു ഓക്സിജൻ തന്മാത്ര ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ, ഈ ഓക്സിജൻ തന്മാത്രയിലെ ആറ്റങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 2 ആണ്. ഇനി ക്ലോറിൻ എന്ന് പറയുമ്പോൾ ക്ലോറിൻ്റെ 2 ആറ്റങ്ങൾ. അപ്പോൾ ക്ലോറിൻ്റെ 2 ആറ്റങ്ങൾ Cl2 ക്ലോറിൻ. അപ്പോൾ ക്ലോറിൻ്റെ 2 ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? ക്ലോറിൻ തന്മാത്ര ഉണ്ടാകുന്നത്. അപ്പോൾ ക്ലോറിൻ്റെ 2 ആറ്റങ്ങൾ ചേർന്നതാണ് ഒരു തന്മാത്രയിലെ, ക്ലോറിൻ തന്മാത്രയിലെ ആറ്റങ്ങൾ എത്രയാണ്? 2 ആണ്. അടുത്ത് നമ്മൾ പറയുന്നത് മീഥേൻ ആണ്. മീഥേൻ എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ ഒരാറ്റവും ഹൈഡ്രജൻ്റെ 4 ആറ്റവും ചേർന്നാണ് എന്ത് വരുന്നത്? നമ്മുടെ മീഥേൻ വരുന്നത്. അപ്പോൾ മീഥേൻ എന്ന് പറയുമ്പം എന്താണ്? കാർബണിൻ്റെ ഒരാറ്റം ഹൈഡ്രജൻ്റെ 4 ആറ്റങ്ങളും ചേർന്നാണ് എന്തുണ്ടാകുന്നത്? മീഥേൻ ഉണ്ടാകുന്നത്. ഇനി ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ H2 ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങൾ ചേർന്നൊരു തന്മാത്രയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ്? കാർബണിൻ്റെ ഒരാറ്റവും ഓക്സിജൻ്റെ 2 ആറ്റവും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? നമ്മൾ ഒരു തന്മാത്രയും തന്മാത്രയിലെ ആറ്റങ്ങളെയും കണ്ടുപിടിക്കുന്നത്. പട്ടികയിൽ ഒരേ ഇനം ആറ്റങ്ങൾ മാത്രം അടങ്ങിയ തന്മാത്രകൾ ഏതെല്ലാം? അപ്പം നമ്മളിതിൽ കണ്ടപ്പോൾ ഇതിൽ ഒരേ ഇനം ആറ്റങ്ങൾ മാത്രം അടങ്ങിയ തന്മാത്രകൾ ഏതെല്ലാം? അപ്പോൾ ഒരേ ഇനമാണെങ്കിൽ ഹൈഡ്രജൻ. അപ്പം നമ്മൾ ഒരേ ഇനം നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ഒരേ ഇനം, H2 ഒരേ ഇനം തന്മാത്ര, 2 ആറ്റങ്ങൾ ഹൈഡ്രജൻ്റെ 2 ഒരേ ഇനമാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിജനും അതുപോലെ എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ അടങ്ങിയവയാണ്. അപ്പോൾ ക്ലോറിനും അതുപോലെ എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ അടങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലോറിൻ, ഓക്സിജൻ, ഹൈഡ്രജൻ എന്നിവയാണ് ഒരേ ഇനം തന്മാത്രകൾ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. വ്യത്യസ്ത ഇനം ആറ്റങ്ങൾ അടങ്ങിയ തന്മാത്രകൾ ഏതെല്ലാം? അപ്പോൾ ഇതിൽ വ്യത്യസ്ത ഇനങ്ങൾ അടങ്ങിയത് ഏതൊക്കെയാണ്? അമോണിയ, നൈട്രജൻ്റെ ഒരാറ്റമുണ്ട്, ഹൈഡ്രജൻ്റെ 3 ആറ്റമുണ്ട്. അതുപോലെ മീഥൈൻ ഉണ്ട്, കാർബണിൻ്റെ ഒരാറ്റം, ഹൈഡ്രജൻ്റെ 4 ആറ്റമുണ്ട്. അതുപോലെ ഏതാണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് CO2, കാർബണിൻ്റെ ഒരാറ്റം, ഓക്സിജൻ്റെ 2 ആറ്റം. ഇനി ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ? മൂലകങ്ങളുടെ പ്രത്യേകത ഇത്ര മാത്രമേ ഉള്ളൂ, അത് ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഒരേ ഇനം ആറ്റങ്ങൾ, ഇപ്പോൾ ഓക്സിജൻ്റെ 2 ആറ്റങ്ങൾ, ഓക്സിജൻ മാത്രം കൊണ്ട് നിർമ്മിച്ചത്, H2 ഹൈഡ്രജൻ മാത്രം കൊണ്ട് നിർമ്മിച്ച, ക്ലോറിൻ Cl2 ക്ലോറിൻ്റെ ആറ്റങ്ങൾ മാത്രം കൊണ്ട് നിർമ്മിച്ച, അങ്ങനെയുള്ള ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധപദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശുദ്ധമൂലകങ്ങളുടെ പ്രത്യേകത, ശുദ്ധപദാർത്ഥങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇവയെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. അതാണ് ആരുടെ പ്രത്യേകത? ശുദ്ധപദാർത്ഥങ്ങളുടെ പ്രത്യേകത. ഇനി
രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധപദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധപദാർത്ഥങ്ങളാണ് എന്ത്? സംയുക്തങ്ങൾ. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ ഘടകമൂലകങ്ങളാക്കി മാറ്റാൻ കഴിയും. ഇപ്പോൾ സംയുക്തങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാസപ്രവർത്തനത്തിലൂടെ ഘടകമൂലകങ്ങളാക്കി മാറ്റാൻ കഴിയും. നമുക്കത് ചെയ്യാൻ പറ്റാത്തത് ഏതിലൂടെ? ശുദ്ധപദാർത്ഥങ്ങളാണെങ്കിലാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധപദാർത്ഥങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? അതിനെ നമ്മൾ സംയുക്തങ്ങൾ എന്ന് പറയും. ചുവടെ നൽകിയിരിക്കുന്ന മൂലകങ്ങൾ, സംയുക്തങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൂലകങ്ങൾ, സംയുക്തങ്ങൾ ഇത് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഓക്സിജൻ, ജലം, കറിയുപ്പ്, പഞ്ചസാര, കാർബൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, മഗ്നീഷ്യം ഓക്സൈഡ്. ഇതിൽ നമുക്ക് ഇവയുടെ മൂലകങ്ങൾ ഏതൊക്കെയാണ്, സംയുക്തങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശുദ്ധപദാർത്ഥങ്ങളാണ്. അവിടെ എന്താണ്? ഒരേ ആറ്റങ്ങൾ മാത്രമുള്ളവയായിരിക്കും. ഇനി സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാറ്റങ്ങൾ ഉള്ളവയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഓക്സിജൻ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? ഓക്സിജൻ എന്ന് പറയുന്നത് ശുദ്ധപദാർത്ഥമാണ്, അതുകൊണ്ടത് മൂലകമാണ്. ജലം H2O, ജലം എന്ന് പറയുന്നത് എന്താണ്? സംയുക്തമാണ്. അടുത്ത നമ്മൾ കറിയുപ്പ് NaCl, കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്, അത് എന്താണ്? കറിയുപ്പ് എന്ന് പറയുന്നത് അതൊരു ഇവിടെ അല്ല, അപ്പുറത്താണ് വരേണ്ടത്. കറിയുപ്പ് സംയുക്തമാണ്. കറിയുപ്പ് എന്താണ്? സംയുക്തമാണ് കറിയുപ്പ്. പഞ്ചസാര എല്ലാവർക്കും അറിയാം, പഞ്ചസാര സംയുക്തമാണ്. കാർബൺ എന്താണ്? കാർബൺ നമ്മൾ പറഞ്ഞ ശുദ്ധപദാർത്ഥമാണ്. കാർബൺ ശുദ്ധപദാർത്ഥമാണ്. ഇനിയോ നൈട്രജനും എന്താണ്? ശുദ്ധപദാർത്ഥമാണ്. നൈട്രജൻ ശുദ്ധപദാർത്ഥമാണ്, മൂലകമാണ്. അതുകൊണ്ട് നൈട്രജനും കാർബണും എന്താണ്? മൂലകമാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് സംയുക്തമാണ്. പിന്നീട് അമോണിയ സംയുക്തമാണ്. മഗ്നീഷ്യം ഓക്സൈഡ് സംയുക്തമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഓക്സിജൻ, അതുപോലെ കാർബൺ, നൈട്രജൻ ഇവയൊക്കെ ശുദ്ധപദാർത്ഥങ്ങളാണ്. അല്ലെങ്കിൽ ഈ പദാർത്ഥങ്ങളെയാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവയൊക്കെ എന്താണ്? ഓക്സിജനും കാർബണും നൈട്രജനും ഇവയൊക്കെ എന്താണ്? ഇവയെല്ലാം ശുദ്ധപദാർത്ഥമാണ്. ഇനി ജലം, കറിയുപ്പ്, പഞ്ചസാര, പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, മഗ്നീഷ്യം ഓക്സൈഡ് ഇവയെല്ലാം എന്താണ്? സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രതീകങ്ങളെ കുറിച്ചാണ്. പ്രതീകങ്ങൾ. അപ്പോൾ ഇവിടെ കുറേ എന്താണ്? സിംബൽസ് തന്നിട്ടുണ്ട് അല്ലേ? സിംബലുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓരോ സിംബലും നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഓരോരോ സിംബലുകളാണ്. റെഡ് ക്രോസ്, റുപ്പീസ്, അങ്ങനെ കുറേ സിംബൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി റോഡിലൂടെ നടക്കുന്ന സിഗ്നൽ, അതുപോലെ റോഡ് മുറിച്ച് കിടക്കുന്ന അങ്ങനെ ഒരുപാട് സിഗ്നലുകൾ ഇവിടെ തന്നിട്ടുണ്ട്.
ദൈനംദിന വിനിമയങ്ങൾക്കായി ചിത്രത്തിൽ നൽകിയ പോലുള്ള ധാരാളം ചിഹ്നങ്ങൾ നാം ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ ദിവസം പ്രതി നമ്മൾ ഇതുപോലുള്ള ആശയവിനിമയങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള ധാരാളം ചിഹ്നങ്ങൾ ഉപയോഗിക്കും. ഇവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഈ ഓരോ ചിഹ്നങ്ങളും എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദൈനംദിന ആശയവിനിമയങ്ങൾക്കായി ചിത്രത്തിൽ നൽകിയ പോലുള്ള ധാരാളം ചിഹ്നങ്ങൾ നാം ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഇവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? എന്തിനായിരിക്കും ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്? ഒരു ആശയത്തെ ലളിതമായും വ്യക്തമായും സൂചിപ്പിക്കുന്നതിനായി ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തിനാണ്? ഒരാശയത്തെ ലളിതമായും വ്യക്തമായും സൂചിപ്പിക്കുന്നതിനായിട്ടാണ് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്. ചിഹ്നങ്ങൾ ആശയ സംവേദനം എളുപ്പമാക്കുന്നു. അപ്പോൾ ചിഹ്നങ്ങളുടെ പ്രത്യേകത എന്താ? ആശയ സംവേദനങ്ങൾ എളുപ്പമാക്കുന്നവയാണ് ചിഹ്നങ്ങൾ. ഇതുപോലെ മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിനും ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടും മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിനും ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവ പ്രതീകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പ്രതീകങ്ങൾ. പ്രതീകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രതീകം മൂലകത്തിൻ്റെ ഒരു ആറ്റത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പ്രതീകം എന്താ ചെയ്യുന്നത്? മൂലകത്തിൻ്റെ ഒരു ആറ്റത്തെയാണ് പ്രതീകം സൂചിപ്പിക്കുന്നത്. അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസിലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ബെർസിലിയസിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹമാണ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഉത്തരം ആരാണ്? ബെർസിലിയസ് ആണ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത് പ്രതീകങ്ങൾ വന്ന വഴിയാണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.